ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിനാൽ നമ്മളെ വിലയുള്ളവരായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഈ വില ആർക്കും നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ളവനാണ്. ഇനി നമ്മൾ നോക്കൂ, ഒരൊറ്റ വ്യക്തി പോലും നശിച്ചു പോകാതിരിക്കാനായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഒരൊറ്റ വ്യക്തി പോലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് നമ്മളെല്ലാവരും ഉണ്ട്. നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിതം ഏതെല്ലാം വിധത്തിലുള്ള തകർന്നതാണെങ്കിൽ പോലും ദൈവം ഒരു വ്യക്തിയെയും തള്ളിക്കളയുന്നില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ള വ്യക്തിയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ പലപ്പോഴായി ഉണ്ടാകുന്ന ഒരു ചിന്ത, പ്രത്യേകിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിന്ത നമ്മുടെ വിലയിടിവിൻ്റെ ചിന്തയാണ്. ഇനി ഞാൻ പറയട്ടെ, നമുക്ക് ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ വസിച്ചാലും എപ്പോഴെങ്കിലും ഒരു സന്ദർഭം വരും നമുക്ക് അവരുടെ മുമ്പിൽ പഴയതുപോലെ ഒരു വിലയില്ല എന്ന ചിന്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിലയിടിവിൻ്റെ ചിന്ത നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നിന്ന് പോലും നമുക്ക് അനുഭവപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 നമ്മുടെ മാതാക്കന്മാരുടെ മുമ്പിൽ പോലും ചില നിമിഷത്തിൽ എനിക്ക് ഇവരുടെ മുമ്പിൽ വിലയില്ല എന്ന് തോന്നും. ഭാര്യയ്ക്ക് തോന്നും ഭർത്താവിന് മുമ്പിൽ എനിക്കിപ്പോൾ വിലയില്ല എന്ന്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രാവശ്യം ഉണ്ടാകും. പക്ഷേ ഒരിക്കലും ദൈവത്തിന് മുമ്പിൽ നമുക്കൊരിക്കലും ഒരു വിലയിടിവിൻ്റെ അനുഭവം ഉണ്ടാകുകയില്ല. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം. ഒരിക്കലും യേശുവിന് മുമ്പിൽ നിനക്കൊരു വിലയിടിവ് ഉണ്ടാകുകയില്ല. എബ്രായലേഖനം 13:6 നമ്മൾ വായിക്കുന്നില്ലേ, ഞാൻ നിന്നെ അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയില്ല. ഹല്ലേലൂയ. ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ബൈബിൾ അനുവദിക്കാത്ത ഒരു ചിന്തയാണ് ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്ന ചിന്ത. പക്ഷേ ഇനി നോക്കുക, എന്നാൽ നമ്മൾ ഇത്തരം ചിന്ത തലയ്ക്കകത്ത് കൊണ്ടുവരുന്നില്ലേ? ഹല്ലേലൂയ. ആ ചിന്ത ഏറ്റവും കൂടുതലായി എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വരിക? ആ ചിന്ത ഏറ്റവും കൂടുതലായി നമ്മുടെ ഉള്ളിൽ വരുന്നത് നമ്മൾ പാപത്തിൽ വീഴുമ്പോഴാണ്. ഹല്ലേലൂയ. പാപത്തിൽ വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നു, ഇതാ ഇനി ദൈവം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, എനിക്ക് ദൈവത്തിന് മുമ്പിൽ വന്ന് നിൽക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള യോഗ്യതയുമില്ല. കാരണം എന്താണ്? എൻ്റെ ഉള്ളിൽ പാപമുണ്ട്. ദൈവം പരമപരിശുദ്ധനാണ്. ആ പരമപരിശുദ്ധനായ ദൈവത്തിന് പാപമുള്ള എന്നെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ഇത് നമ്മുടെ ഒരു ചോദ്യമാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കൂ. അവിടുന്ന് ഇതാ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് വന്നത്. അവിടുന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് വന്ന ദൈവമാണ്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇതാ പാപിയെ തേടി നമ്മളെ വീണ്ടെടുക്കാൻ വന്നവനാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് നമ്മൾ പാപത്തിൽ വീണുമ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളയുകയല്ല ചെയ്യുക. പിന്നെ എന്തായിരിക്കും ചെയ്യുക?
ദൈവം നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തി രക്ഷിക്കാനായിട്ടാണ് ദൈവം ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. പാപിയുടെ പിന്നാലെ ദൈവം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, അവനെ കണ്ടെത്തി രക്ഷിക്കുക. ഇതാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. 100 ആടുണ്ടായിരിക്കെ അതിൽ ഒരാടിനെ കാണാതെ പോയാൽ ഈ ഇടയൻ ആ 99നെയും അവിടെ നിർത്തിയിട്ട് കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് പുറപ്പെടുന്നു. ഒരുപക്ഷേ കാണാതെ പോയ ആട് ഇങ്ങനെ ചിന്തിക്കാമെന്ന് വിചാരിച്ചു, ഓ ഞാൻ മാത്രമല്ലേ കാണാതെ പോയുള്ളൂ, ആ ഇടയിലും 99 ആട് വേറെ ഇരിപ്പുണ്ടല്ലോ, പക്ഷേ അതുകൊണ്ട് എനിക്കെന്ത് പരിഗണന എന്ന് തോന്നിയേക്കാം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, ആ 99 ആടും കാണാതെ പോയ ആടിന് പകരമാകുന്നില്ല. നിന്നെപ്പോലെ നീ മാത്രമേ യേശുവിനുള്ളൂ. അതുകൊണ്ട് ഒരു വ്യക്തി പാപത്തിൽ വീണുപോയി കഴിഞ്ഞാൽ ദൈവം നമ്മളെ അന്വേഷിച്ച് നമ്മുടെ പുറകെ വരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് ദൈവം ചെയ്യുന്നത്. നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തുന്നവരെയും നമ്മളെ അന്വേഷിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ പിടിയിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നതെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ദൈവത്തെ കണ്ടെത്താൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെരമ്യാ 29 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം നീ ദൈവത്തിന് വിലപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെയും എൻ്റെ വില പോയി എന്നുള്ള ചിന്ത തലേന്ന് കളയണം. ഞാൻ ഏതെങ്കിലും തെറ്റിലോ തിന്മയിലോ വീണ് പോയിട്ടുണ്ടെങ്കിൽ പോലും ദൈവം എന്നെ തള്ളിക്കളയുന്നില്ല. അവിടുന്ന് എന്നെ അന്വേഷിച്ച് ഏത് വിധത്തിലെങ്കിലും എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ ദൈവം എൻ്റെ പിന്നാലെ വരികയാണ്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങളത് ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകുമ്പോൾ സാത്താൻ ചെയ്യുന്ന ഒരു തന്ത്രം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ വികലമാക്കുക എന്നതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ഈ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ആ ആശയം തലയിൽ നിന്ന് കളയുക. അങ്ങനെ നമ്മുടെ തലയിൽ നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ഒരു ചിന്തയെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഒന്നാമതായി ഉപേക്ഷിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും വന്നാൽ പോലും ഈ ദൈവം എന്നെ ഉപേക്ഷിക്കുന്നില്ല. എന്നെ അതിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിച്ചുകൊണ്ട് വരാനായിട്ടാണ് സ്വർഗം മുഴുവനും എൻ്റെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. സ്വർഗം മുഴുവനും ഉണ്ടോ എൻ്റെ പിന്നാലെ എന്നെ തേടി വരികയാണ്. അപ്പോൾ ഇതിലൂടെ എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ അത്രമാത്രം എൻ്റെ ദൈവത്തിന് വിലപ്പെട്ടതാണ്. ഇതാണ് ബൈബിൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന സന്ദേശം. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.